അപ്പൊ ഇന്നില്ലേ ജൂൺ 10 ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ രാവിലെ തന്നെ ഇതാ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. വൈകുന്നേരം ആണ് പരിപാടി. അങ്ങനെ ഗ്രാൻഡായ പരിപാടിയൊന്നുമില്ല, ഒരു ചെറിയൊരു പരിപാടി. അപ്പൊ ഞാനിതാ രാവിലെ തന്നെ പായസം ഉണ്ടാക്കാന്ന് വെച്ച്. പാലട പായസമാണ്. പാലട മിക്സ് ഉണ്ടല്ലോ, അതാവുമ്പോൾ വേഗം എളുപ്പത്തിൽ ആവുമല്ലോ. അപ്പം ഞാനിതാ പായസം ഇങ്ങനെ റെഡിയായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ഇനി വറുത്തിടാൻ ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം പെട്ടെന്ന് റെഡിയാവും. ഇങ്ങനെ മിക്സ് വാങ്ങുന്നത് കൊണ്ട് പിന്നെ വേറെ അങ്ങനെ ഒന്നും ചേർക്കണ്ടല്ലോ. ഈ മിക്സിൽ ഇതൊന്നും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെച്ചൊരു അലങ്കാരത്തിന് കുറച്ച് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കളർഫുൾ ആവുമല്ലോ. അപ്പൊ അങ്ങനെ ഇതാ അത് റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടില് പായസം ഉണ്ടാക്കിയിട്ട് കുറച്ച് പൂജാമുറിയിൽ ഭഗവാൻ കുറച്ച് പായസം കൊടുക്കാം. അങ്ങനെ ഇതാ പായസം റെഡിയാക്കി ഞാൻ പൂജാമുറിയിൽ കുറച്ച് പായസം എല്ലാം എടുത്തുകൊണ്ടാച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കേക്ക് നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് മീനുണ്ടായിരുന്നു, അത് വറുത്ത്. അത് കഴിഞ്ഞ് രാത്രിയായിരുന്നു പരിപാടി. അപ്പം ഇതങ്ങനെ കേക്ക് കൊണ്ടുവന്ന് അത് നമ്മൾ കട്ട് ചെയ്ത്. അപ്പം ഞാനിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയായിട്ട് എല്ലാവരോടും പറഞ്ഞതാ, ഒരു ഹാപ്പി ബർത്ത്ഡേ എല്ലാം പാട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കേക്ക് മുറിച്ച്, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വലിയ പരിപാടികളൊന്നും അല്ലല്ലോ, നമ്മളെല്ലാവരും കൂടി ചെറുതായിട്ടൊന്ന് ആഘോഷിച്ച്. അങ്ങനെ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ഗിഫ്റ്റ് എല്ലാം കിട്ടിയിരുന്നു. അതെല്ലാം എടുത്തു വെച്ച് അങ്ങനെ ഇതാ നമ്മുടെ ഗിഫ്റ്റ് എല്ലാം ഞാൻ അൺബോക്സ് എല്ലാം ചെയ്ത് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടിട്ടില്ല, ലുലുന്ന് ഞാനൊരു സെക്കൻഡ് സ്റ്റഡ് വാങ്ങി. അതും ഇന്നാണ് ഇട്ടത്, ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് അത് കഴിഞ്ഞ് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇടാന്ന് വെച്ച് അങ്ങനെ അതെല്ലാം എടുത്തു വെച്ച്. അപ്പം നമ്മൾ പിന്നെ എല്ലാവരും നിന്നിട്ടൊരു ഫോട്ടോ അതൊക്കെ എടുത്ത്. അപ്പം അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം രാത്രി നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്ത്. അങ്ങനെ എന്താ പറയുക, വീട്ടിലുണ്ടാക്കിയിട്ടില്ല, പുറത്തുനിന്ന് മന്തി വാങ്ങിച്ച്. അപ്പം അതെല്ലാം എടുത്ത് നമ്മളെല്ലാവരും കൂടി രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.